ഫ്രണ്ട്സ്, അപ്പോൾ ഓണം ഇങ്ങടെ എത്തി അല്ലേ? നാളെ തുടങ്ങി സെലിബ്രേഷനും റിലാക്സിംഗ് ഡേയും ഒക്കെയാണ്. പിള്ളേർക്ക് അടിച്ചു പൊളിക്കും 10 ദിവസം. അപ്പോൾ ഇതൊക്കെ തുടങ്ങിയാണ്. നാളെ ഇന്ന് എക്സാം ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളായിട്ട് റിവിഷൻ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഡെയിലി എക്സാം തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു. LKG ആയിട്ടുള്ളൂ എങ്കിലും അവർക്ക് ഇതുപോലെ പഠിക്കാനൊക്കെ കാര്യങ്ങൾ ഉണ്ടായ കാരണം ഞാനും അതിലോട്ട് പോയി. അത് കാരണം വീഡിയോസ് ഒന്നും ഇട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടി ചെയ്യണം. സെലിബ്രേഷൻ 12 തുടങ്ങിയാണ്, സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ പൂ കുറച്ച് ക്ലീൻ ചെയ്ത് വെക്കാണ്ട് നന്നാക്കി ഇങ്ങനെ അരിഞ്ഞു വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ഞാൻ. പിന്നെ കുറച്ച് നമ്മളുടെ വീട്ടിൽ ചതാവേരി ഉണ്ടായിരുന്നു, അത് നമുക്ക് പറിച്ചിട്ട് വരാം. വാ, കമോൺ. അപ്പോൾ നമുക്ക് പൂക്കളത്തിന് ഇടാൻ വേണ്ടി ചതാവേരി ഇല പൊട്ടിക്കാം. ഇതാണ് ആ ചതാവേരി ഇല. അപ്പോൾ നമ്മുടെ പൂക്കളത്തിൽ നല്ല കളറൊക്കെ കിട്ടുമല്ലോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പൊട്ടിക്കാം. കമോൺ. മുള്ളുണ്ട്, അത് നോക്കിയിട്ട് വേണം. ചിലർ അങ്ങനെ തന്നെ പിടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മുള്ളുണ്ട്, കാണില്ല ഇരുട്ടത്ത്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പൂക്കള്. വെള്ളത്തിനിടാൻ വേണ്ടി യെല്ലോ ഉണ്ട്, കുറച്ച് വേണം. പിന്നെ ചതാവരി നമുക്ക് പൊട്ടിക്കണം. നമ്മുടെ വീട്ടിലുണ്ട് കുറച്ച്, അപ്പം അതും കൂടി പൊട്ടിച്ചെല്ലാം നമുക്ക് നല്ല പണിയാണ്. അപ്പൊ നമ്മ വെന്തി നന്നാക്കാൻ പോവാണ്. കുറച്ച് നമ്മ നന്നാക്കിയിട്ടുണ്ട്. തേന എനിക്ക് രാവിലെ തന്നെ പറ്റൂല, സമയമില്ല. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് നന്നാക്കി വെക്കാം നമുക്ക്. ഇതേ ഞാൻ നേരത്തെ നന്നാക്കി വെച്ചിരുന്ന വെന്തിപ്പൂവാണ്. അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ വെന്തി നമ്മ നന്നാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മ ചതാവരിയാണ്. ഇത് നല്ല പാടുണ്ട്, നല്ല മുള്ളു കണ്ടോ. ഇതേപോലെ മുള്ളുണ്ട്. ദേവാ സൂക്ഷിച്ചേ, ദേവൊക്കെ അത്രയും കൊണ്ടും ചെയ്യും. ഇപ്പൊ സമയം 12 മണിയായല്ലേ. പിന്നെ ദേവം ഉറങ്ങണില്ല. എന്തായാലും നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. കുറച്ചെങ്കിലും നമുക്ക് നന്നാക്കി വെച്ചാൽ അത്രയും നല്ലതല്ലേ. രാവിലെ എണീറ്റ് കുറച്ചും കൂടി ചെയ്താൽ മതിയല്ലോ. 9 ആവുമ്പോഴാണ് പൂക്കി കൊടുത്തത്. ദേവാ ചതാവരി സമയം എത്രയായി? 5 മണിയാ? 12 മണിയായി. ദേവാ ദേവന് ഉറക്കൂലേ? ദേവന് ഉറക്കം വന്നില്ല ഗായ്സ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് പൂക്കളൊക്കെ ഒന്നും കൂടി നന്നാക്കി വെക്കാന്ന് വെച്ചു. സൂക്ഷിച്ച് മുള്ളൂറ്റിക്കൊള്ളയിട്ടാ. അതേ, ഗുഡ് ബോയ്. ഞങ്ങൾ ദേവക്കുട്ടിൽ സ്കൂളിലെത്തി. പൂവൊക്കെ നന്നാക്കണത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ 12:45 ആയി കഴിഞ്ഞപ്പോൾ. ഇന്ന് വെളുപ്പിനും ഇതുപോലെ 5 മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞ്. അത് വേഗം എല്ലാ പിള്ളേരും ഇവിടെ നമ്മുടെ പരിസരത്തൊക്കെ തന്നെ സ്കൂൾ പരിസരത്ത് കുട്ടികളിലെ പൂക്കളുണ്ട്. അതൊക്കെ ഒരു രസമല്ലേ. പിന്നെ പാരൻസ് ആകുമ്പോൾ നമ്മൾ മത്സരം തന്നെയല്ലായിരിക്കും, ഇത് കോമ്പറ്റീഷൻ. പിള്ളേർ ഇടുമ്പോൾ ഒരു രസവും അത് കണ്ടിരിക്കാൻ നമുക്കൊരു കുളിർമയൊക്കെയാണ്. അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. അവർ ചെയ്യട്ടെ, അപ്പുറത്ത് ഇവിടെ ജോയിന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജോയിന്റ് ആയിട്ടിരിക്കണം. അതില്ലേ ഈ പൊസിഷനിൽ കൂടെ ഇട്ടോണ്ട് പോണം. റെഡിന്റെ മേലെ കൂടെ എടുത്തോണ്ട് വരുന്നത് കേട്ടാ. കേട്ടാ, ഇങ്ങനെ എടുക്കണം.
പൂക്കളത്തിൽ കൈ വെക്കാൻ പാടില്ല എന്നാണ് പറയണത്. പിള്ളേർ മാത്രമായിട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലാണ്ട് നമ്മൾ ചെയ്യണില്ല. ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ചെയ്തുവിടുന്നു, പിന്നെ പറഞ്ഞ് സിസ്റ്റർ പറഞ്ഞു നമ്മൾ മാർക്ക് പോകുമെന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ ചെയ്യണം. ചില പാരൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇനി 12 ആവുമ്പോഴാണ് റിസൾട്ട് അറിയണത്. അപ്പോൾ കാണാം. ക്ഷീണിച്ചാ ക്ഷീണിച്ചിരിക്കുക, നല്ല വെയിൽ ഓടി കളിക്കുന്നത്. തലേദിവസം തന്നെ പൂവ് ശരിയാക്കിയാൽ എനിക്ക് അത്രയും പണിയില്ല. പിന്നെ വെളുപ്പിന് എനിക്ക് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും കുറച്ചും കൂടി മറ്റേ ചതാവരിയുടെ ഇല ഉണ്ടായിരുന്നു, അത് കുറച്ച് ഞങ്ങൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഞങ്ങൾ ചട്ടപ്പടിന്ന് റെഡിയായി വന്നു. ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ റെഡി ആവാനൊന്നും ടൈം കിട്ടിയില്ല, ദേവ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്ത് കറക്റ്റായിട്ട് നമ്മളെല്ലാം ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കളങ്ങളൊക്കെ എല്ലാവരും റെഡി ആവണുള്ളൂ, അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കണില്ല. അങ്ങനെ എല്ലാ പിള്ളേരും കളിക്കലും റെസ്റ്റ് എടുക്കലൊക്കെ തന്നെയാണ്. നല്ല പൊരിഞ്ഞ വെയിലാണ് ഇവിടെ കാണുന്നത്. എൻ്റെ കണ്ടോ, അതാണ് ബിൽഡിങ്, അതാണ് സ്കൂള്. അപ്പോൾ അവിടെ സിറ്റ് ഔട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പൂക്കളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഓണാശംസകളും. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ ദേവയുടെ സ്കൂളിൽ 3 ഗ്രൂപ്പായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് കിട്ടു തുടങ്ങി. രാവിലെ 9:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ആരോഗ്യ ഗ്രൂപ്പിലെ പാരൻസ് ആണ്, ദേവയുടെ ഫ്രണ്ട്സിൻ്റെ അമ്മമാർ, ഇവരാണ് നമ്മളെല്ലാവരും സഹായിച്ചു പൂക്കളിടാൻ വേണ്ടി. ഒരു ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. Guys, some second eating. The food day get to അയ്യോ ഞാൻ പറഞ്ഞു മടിച്ചിട്ട് ഈ വർഷത്തെ ആദ്യത്തെ ഓണം അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. സദ്യ കഴിച്ച് ഓണക്കളിയൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് പരിപാടികൾ വേറെയൊക്കെ ഉണ്ട്. ഓണക്കളിയും വടംവലി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. കസേരകളിയൊക്കെ ആയിട്ട് അമ്മമാരെ വടംവലിയൊക്കെയാണ്, ഉറിയടി. അപ്പൊ നമുക്ക് ഏട്ടൻ വന്നാലും ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച്. കുറച്ച് പരിപാടി ഉണ്ട്. ഓക്കെ ബൈ.